പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കാണുക, ഞങ്ങൾ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന് തെളിവായി. ഞങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾ മാതാപിതാക്കൾക്ക് ഒരിക്കലും സാധ്യമല്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ പണം സമ്പാദിക്കുന്നത്, ഞങ്ങൾ കഷ്ടപ്പെടുന്നത് പലപ്പോഴും നിങ്ങളെ ചേർത്ത് പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനോ പോലും കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ തിരക്കിൽപ്പെട്ടു പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളിത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വിയോഗം ഞങ്ങൾക്ക് താങ്ങാനേ കഴിയില്ല. അതുകൊണ്ടാണ് സ്നേഹദാസ് തന്റെ മകന് വേണ്ടി മരണം പോകിയത്. തന്റെ പ്രിയപ്പെട്ടവളെ കൈയോട് ചേർത്ത് കെട്ടി നെയ്യാറിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയത്. മക്കളെ, അപ്പനും അമ്മയും വഴക്ക് പറയുമ്പോൾ ഓടിപ്പോകുന്നവർ, അപ്പനോടും അമ്മയോടും മിണ്ടാത്തവർ, ജനിച്ച കുറ്റത്തിന് ഇതാ നിന്റെ ജീവൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് അമ്മയെ കുത്തിമലർത്തിയവർ, എവിടെയോ വെച്ച് കണ്ടവരെ പരിചയപ്പെട്ടിട്ട് ഒരു നിമിഷം പോലും ആലോചിക്കാതെ അമ്മയെയും അപ്പനെയും തള്ളി ഒളിച്ചോടി പോകുന്നവർ, അവരൊക്കെ തിരിച്ചറിയുക, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കാൻ, മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അറിവില്ലായ്മയും തലമുറയുടെ വ്യത്യാസവുമാണ്. അതിനർത്ഥം നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ല എന്നല്ല, നിങ്ങളെയേ ഞങ്ങൾ സ്നേഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് സ്നേഹദാസുമാർ സൃഷ്ടിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം.